വിഷയം സാഹിത്യാണ് അല്ലേ? അതെ. നിങ്ങളിപ്പോ സാഹിത്യത്തിനെ കുറിച്ച് സംസാരിച്ചല്ലോ. എന്താണ് സാഹിത്യം? എന്താണ്? എടോ, സാഹിത്യം എന്ന് പറഞ്ഞാല് അവനവനിൽ നിന്ന് അവനവനെ പുറത്തെടുക്കാൻ സഹായിക്കുന്നത് എന്തോ അതാണ് സാഹിത്യം. അവനവനിൽ നിന്ന് അവനവനെ പുറത്തെടുക്കാൻ സഹായിക്കുന്നത് എന്താണോ അതാണ് സാഹിത്യം. മനസ്സിലായി. ആ, വേറൊരു കാര്യം പറയാം. അപ്പൊ മുകുന്ദന്റെ കാര്യം പറഞ്ഞാല് ഈ മുകുന്ദൻ ആരാന്ന് മനസ്സിലായോ? നമ്മൾ ഉണ്ണി മുകുന്ദൻ. ഏടോ, അത് സിനിമാ നടനല്ലേ. സാഹിത്യം പറയുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ ഏടോ മുകുന്ദൻ മയ്യഴിപ്പുഴയുടെ തീരത്ത് മനസ്സിലായി. മയ്യഴിപ്പുഴ എവിടെയാണ്? ആലുവേലി. ആലുവേലി. ഏട മയ്യഴിപ്പുഴ കിടക്കണത് എവിടെയാണ്? അത് മാഹിയിലാണ്. എവിടെ തന്നെ മറ്റേ വില കൊടുത്ത സാധനം കിട്ടൂലേ? കള്ള നായിക്കളെ എങ്ങടെ കൂടെ ഇപ്പൊ ഞാൻ ഇരുന്നിട്ട് സാഹിത്യം പറയണേ. എടാ, അത് സുന്ദരമായ ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണ്. ആ മയ്യഴിപ്പുഴയുടെ തീരത്ത് നിന്നുള്ള കഥയൊക്കെ എഴുതിയിട്ടില്ലേ? അത് മുകുന്ദനാണ്. വേറെ കഥയൊന്നും എഴുതിയിട്ടില്ല. വേറെ കഥ എഴുതിയിട്ടില്ല. ഇല്ല, ഒറ്റ ബുക്ക് എഴുതിയിട്ടുള്ളൂ. ഒറ്റ ബുക്ക് എഴുതിയിട്ടുള്ളൂ. അതെന്തായിരിക്കും വേറെ ബുക്ക് എഴുതാത്തത്? വേറെ ബുക്ക് എഴുതാൻ ആരും കിട്ടിയിട്ടുണ്ടാവില്ല. അതായിരിക്കും. അങ്ങനെ ജീവിതല്ലേ, ജീവിതമാകുമ്പോ അങ്ങനെ പലതുണ്ടല്ലോ. ഒരു 25 days ഇവിടെ ഉണ്ടാവും. 25 days അങ്ങനെ അതിണ്ടാവും. ഓക്കെ ഓക്കെ, ഞാൻ കൊടുത്തേക്കാം. അമ്മച്ചിയുടെ കൊടുത്തേക്കാം. ഞാൻ എന്നിട്ട് വിളിച്ചോളാം നിന്നെ കേട്ടോ. താങ്ക് യു. ഓക്കെ ഓക്കെ, ബൈ ബൈ. എന്താ വന്നതാ? പിന്നെ എപ്പോഴാ വന്നത്? 2 days ആയി. അതല്ലേ? 2 ദിവസമായി. എന്തൊക്കെയുണ്ട് പണ്ഡിറ്റ്? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കോയക്കയുടെ വിശേഷം? എന്താ നല്ല വിശേഷം. ഓക്കെ അല്ലേ? ഹെൽത്ത് പിന്നെന്താ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണ്. പിന്നെ അന്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഹോറിബിൾ ആയിരുന്നു. ഈ ഇതില് മറ്റേ എന്തിനാണ് ഞാന് ഹോറിബിൾ എന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടപ്പെട്ടു. ദോഹ വഴിക്കാ വന്നതേ. കാനഡയിൽ നിന്ന് ദോഹ നമ്മള് കൊച്ചി. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്തോ ടെക്നിക്കൽ പ്രശ്നം, ഫ്ലൈറ്റിന് 4 മണിക്കൂർ ഡിലേ. എന്റെ കോയക്കായിരുന്നു നരകിച്ചില്ലേ? അതെല്ലേ? അയ്യോ, അല്ല ആ പരിപാടിയെല്ലാം മാറും ഇനിയിപ്പോ ഉടനെ. അതെ, ശരി. ഇനി പോണില്ലേ? ഇല്ല, അതല്ലാന്നേ, വേറെ പുതിയ സംവിധാനം വന്നിട്ടുണ്ട്. അതെ. അതായത് എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ടേ. എലൻ മസ്ക് കേട്ടിട്ടുണ്ട്. റസ്ക് അവിടെ റസ്ക് അല്ല കോയക്ക, എലൻ മസ്ക്. അല്ല, ഞാൻ ഇത് പറഞ്ഞപ്പോഴാ ഞാൻ റസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങോട്ട് വന്നിരിക്കും. എനിക്ക് പെടലി ഒന്നാമത് യാത്രയുടെ പ്രശ്നമായിട്ടിരിക്കും. എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബിസിനസ് മാൻ ആണ്. പുള്ളിയുടെ ഒരു കമ്പനിയുണ്ട്, സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ട്. അല്ല ഏട്ടാ, ഈ സെക്സ് എന്നൊക്കെ പറഞ്ഞ ബിസിനസ് ആണോ? സ്പേസ് എക്സ് ഇതൊക്കെ ആവശ്യമില്ല. നിന്റെ ഇപ്പോഴും നിന്റെ ചിന്തയും പ്രശ്നം മാറില്ല. അപ്പൊ സ്പേസ് എക്സ് എന്നാണ് പുള്ളിയുടെ കമ്പനിയുടെ പേര്. പുള്ളി ഒരു ടെക്നോളജി, ഒരു സംഭവം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് ഇനിയുള്ള യാത്രകളൊക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് അമേരിക്കയിൽ പോകാൻ വെറും 1/2 മണിക്കൂർ മതി. ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ റോക്കറ്റ് ഒക്കെ പോണില്ലേ? ആ റോക്കറ്റ് കണ്ടിട്ടില്ലേ നിങ്ങൾ? കാണാറില്ലേ റോക്കറ്റ്? അതുപോലെ സ്പേസിലേക്ക് ഇവിടുന്ന് ഈ സ്റ്റാർഷിപ്പ് ഇവിടുന്ന് ഒരൊറ്റ വിടലാണ്. ഭൂമി നമ്മുടെ ഗുരുത്വാകർഷണമുള്ള ആ സംഭവം വിട്ട് കഴിഞ്ഞാല് ഈ സാധനം പിന്നെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ പോക്കാം. അവിടെ പോയിട്ട് ഇപ്പം നമുക്ക് അമേരിക്കയിലാണ് പോകണമെങ്കിൽ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ലാൻഡ് ചെയ്യാം. 1/2 മണിക്കൂർ മതി. ഇപ്പൊ വേറെ കാനഡ ആണെങ്കിൽ കാനഡ, എവിടെന്ന് വെച്ചാൽ ഈ സംഭവം അങ്ങോട്ട് ലാൻഡ് ചെയ്യും. 1/2 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞില്ലേ? ഭാവിയില് ഈ പിള്ളേരൊക്കെ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകണല്ലേ? നമ്മുടെ ഈ ഞാൻ അങ്ങോട്ട് ഇപ്പൊ പള്ളിയിലേക്ക് പോകാനുണ്ട്. കാണാട്ടാ. ശരി, കാണാം. ഞാൻ വീട്ടിലേക്ക് ശരി. പിടിക്കണോ? നമ്മളിപ്പോ എവിടെ പറഞ്ഞ ഓർത്തയാ? ടൂറ്. അതായത് ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് ടൂർ ഇങ്ങനെ കൊണ്ടുപോകണല്ലേ? അതുമാതിരി ഇനി വളരെ ദൂരമല്ല പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണ എവിടെ അറിയാമോ? ചന്ദ്രനില്, ചൊവ്വയിലേക്ക്, വ്യാഴനിലേക്ക്, അമേരിക്കയിലേക്ക്. കാരണം 1/2 മണിക്കൂർ മതി പോയി വരാന്. നമ്മുടെ ഈ സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ അനൗൺസ്മെന്റ് കേട്ടിട്ടില്ലേ? ബസ്സിന്റെ കൊട്ടാരക്കര, അടൂർ, പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം വഴി എറണാകുളത്തിന് പോകുന്ന ബസ് പാർക്ക് ചെയ്തിരിക്കുന്നു പറയുമാതിരി ഇനി അടുത്ത ഭാവിയിൽ വരാൻ പോണത് ഇങ്ങനെ ആയിരിക്കും. ഭൂമിയിൽ നിന്നും ചൊവ്വ, ബുധൻ, ചന്ദ്രൻ വഴി ശനിയിലേക്ക് പോകുന്ന സ്റ്റാർഷിപ്പ് ഇന്ന നമ്പർ ഇന്നടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. അടിപൊളിയായിരിക്കും. അതായി കഴിഞ്ഞിട്ട് വേണം
കുറച്ച് സ്ഥലമല്ല, ഞാൻ ചന്ദ്രനിൽ വാങ്ങിക്കാനുള്ള ഐഡിയ ഉണ്ട്. ചൊവ്വയിലും ചന്ദ്രനെ വാങ്ങാമേ. ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ ഇവിടെ നിന്ന് പെട്ടെന്ന് പ്രളയം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമികൾക്ക് ഉണ്ടായി, നമുക്ക് നേരെ ഇവിടെ നിന്ന് അടുത്ത അരമണിക്കൂർ മതിയല്ലോ അവിടെ തന്നെ പോവല്ലോ. നോക്കാൻ കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് കരുതി വെച്ചോ. എത്ര രൂപ വന്നാലും വലിയ ചെലവൊന്നും വരില്ല. ഇത് ഇപ്പൊ ആദ്യം കുറച്ച് ഇതായിരിക്കും, പിന്നെ അങ്ങോട്ട് ഇതൊക്കെ വളരെ ചീപ്പാവും. നമ്മുടെ സാധാ പോലെ മെട്രോയിലൊക്കെ പോകുന്ന കാര്യമാണ്. ശകിരി ആവട്ടാ, എനക്ക് ഇതിപ്പോ ഒരു ചെറിയ കടയല്ലേ, ഇതൊന്ന് പൊളിച്ചു മാറ്റി വിപുലമായിട്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് വേണം. സൂപ്പർ മാർക്കറ്റ് ആഗ്രഹമാണ്. അതായത് ഉന്തുന്ന വണ്ടി ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് എന്റെ ഇതെല്ലാം വന്ന സാധനം പറക്കി ഇത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണം കുറച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന അല്ല ഉദ്ദേശിക്കുന്നത്. തന്നെയല്ലേ നമ്മളെ ഉണ്ണിക്ക് സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമല്ലോ. സൂപ്പർ മാർക്കറ്റോ? ഇവിടെ നമ്മുടെ നാട്ടിലോ? പക്ഷേ എന്റെ ഒരു അറിവ് വെച്ച് നോക്കിയാലേ പറ, ഈ ഇനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങേണ്ടത് ഇവിടെ അല്ല, ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വേണം ഇനിയിപ്പൊ എന്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ. അല്ലാണ്ട് ഇവിടെ കിടന്ന് കെട്ടി തിരിഞ്ഞിട്ട് ഇനി കാര്യമൊന്നുമില്ല. എന്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യങ്ങളോട് പറയാം. എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ ചങ്ങായി ഉണ്ട്. എലൻ മസ്ക്, മാസ്കിന്റെ കച്ചവടമല്ല പറഞ്ഞത്, എലൻ മസ്ക് എന്ന് പറഞ്ഞിട്ട് ചങ്ങായി ഉണ്ട്. ഈ എലൻ മസ്കിന്റെ ഒരു കമ്പനി ഉണ്ട്, സ്പേസ് എക്സ് എന്നാണ് അതിന്റെ പേര്. എന്താണ് സ്പേസ് എക്സ്? പശുവാ? എന്നായി പറഞ്ഞു സ്പേസ് എക്സ്. സ്പേസ് എക്സ് ആ കമ്പനിയുടെ ഒരു പുതിയ ടെക്നോളജി, അത് ഈ എന്താണ് അതിന്റെ പേര്, സ്റ്റാർഷിപ്പ് എന്നാണ് അതിന്റെ പേര്. ബോട്ടൊന്നല്ല ചങ്ങായി, എന്തെന്നാ പറഞ്ഞ, അതൊരു കണ്ടുപിടുത്തത്തിന്റെ പേര് വലിയൊരു മനസ്സിട്ടതാണ്. പറയട്ടെ, സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? 24 മണിക്കൂറൊക്കെ എടുക്കും. പോരെങ്കിലല്ലോ. അപ്പോ ആ സ്ഥലത്തേക്ക് 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്തുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് എത്തേണ്ടോത്തെത്തി. ആ രീതിയിൽ ഈ ഭൂമിയിൽ അങ്ങോട്ട് നേരെ സ്പേസിലേക്ക് അങ്ങോട്ട് പോവുകയാണ് വണ്ടി. അവിടെ നിന്നാണ് തീരുമാനിക്കുക ലണ്ടനിലേക്കാ പോകേണ്ടത്, അമേരിക്കയിലേക്കാ പോകേണ്ടത്, ഇന്ത്യയിലേക്കാ പോകേണ്ടത്, എവിടേക്കാ പോകേണ്ടത് അവിടെ നിന്നാ തീരുമാനിക്കണം. പിന്നെ അങ്ങോട്ട് ചെന്ന് ലാൻഡ് ചെയ്യലാ, തീരുമാനിച്ചിട്ടേ 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് എത്തും. ഇനി സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ പറയാം കുട്ടികളെ ചന്ദ്രനിലേക്ക് വിടുണ്ടോ, ചൊവ്വയിലേക്ക് വിടുണ്ടോ, പൂവുണ്ട്. അപ്പൊ അടുത്ത വർഷം നെപ്റ്റൂണിലേക്ക് പോകാനുള്ള പദ്ധതി ഉണ്ട്, ഇപ്പൊ എന്നെ കാശുണ്ടാക്കിക്കോളിന്നൊക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഇനി ടൂറൊക്കെ പോയി പെട്ടെന്ന് പോയി വരേ, ഒരു ദിവസം കൊണ്ട് പോയി വരാൻ സംഭവം. ആ രീതിയിലേക്കാവും ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മളിപ്പോ KSRTC ബസ്സിലൊക്കെ ഇപ്പൊ നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോ അങ്ങനെ പറയില്ലേ, നമ്മുടെ എറണാകുളം, ചാലക്കുടി, തൃശ്ശൂർ വഴി കോഴിക്കോട് പോകുന്ന KRR 3240 അതൊന്നും ഇനി ഉണ്ടാവൂല. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലൂടെ ചൊവ്വ വഴി ശനിയിലേക്ക് എത്തുന്ന KR 3245 മറ്റേ സ്റ്റാർഷിപ്പ് ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ അവസ്ഥ. അല്ല, ഇത് എങ്ങനെയൊക്കെ ഇതെല്ലാം പഠിച്ചത്? അത് ഞാൻ പഠിച്ചു. നിങ്ങളെന്തപ്പ ചിരിച്ച്? അല്ല, സത്യം ഇതാണ്, സത്യം മനസ്സിലാക്കിക്കോളി. ചന്ദ്രനില് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാന്ന് പറഞ്ഞല്ലോ, അപ്പൊ തറേന്റെ ആവശ്യമില്ലല്ലോ. തറയുടെ ആവശ്യമില്ല, ഇജ്ജ അവിടെ ഉണ്ടല്ലോ. അല്ല, ഞാൻ ഉണ്ടാവും എന്തായാലും. അടപ്പരെ ഇപ്പൊ ദാമോട്ടറെ കൊണ്ട് കിട്ടുകാരൻ ദാമോട്ടറെ കൊണ്ട് ചെത്തുകല്ല് പറക്കൊക്കെ ചെയ്ത് പാറി പാറി കളിക്കുമല്ലോ, പോകൃത്ത് ആകർഷണ ഫലം. അത് ശരിയാണ് ചേങ്ങായി. അതിന് അവിടെ അങ്ങനല്ല, അവിടെ ഈ ഏങ്കറിൽ ഷർട്ട് തൂക്കിയിടുന്ന മാതിരിയാണ് പീടിയൊക്കെ തൂക്കിയിടുക. അങ്ങനെ മുകളിൽ നിൽക്കയ്യ സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു കനത്തിൽ കെട്ടി തൂക്കിയിട്ട് ഇങ്ങോട്ട് താഴ്ത്തിട്ട് ഇങ്ങോട്ട് ഇടും. അതേമാതിരി കാശൊക്കെ താഴ്ത്തുന്നിട്ട് അവരിങ്ങനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മേശപ്പുറത്തേക്ക് എത്തും. സംഭവം അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യ, ഗുരുത്വാകർഷണം പറ ആരോടാ പറഞ്ഞേ. ഇതൊക്കെ മനസ്സിലാവണെങ്കിൽ ആദ്യം പത്രം വായിക്കണം, എന്നിട്ട് എന്നോട് സംസാരിക്കാൻ പാചോ ഈയൊക്കെ. ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് പോവാണ്. എന്തപ്പ ഞാൻ മേടിക്കാം, മറ്റേ ഒരു ഇത് കാട്ട്, ആ പേസ്റ്റ് കൂടി തിരിച്ചറിയാത്ത വേസ്റ്റാണ് ഈയൊക്കെ. തരും, കറക്റ്റാണ്, പൈസ കറക്റ്റാണ്. അറിവ് ഭയങ്കര ഭയങ്കര അറിവല്ലേ ഇതില്, നോളജ് പഠിച്ചേ. ഞാൻ ഇതെല്ലാം അങ്ങോട്ട് വിറ്റ് പറക്കിട്ട് എന്തായാലും തീരുമാനിച്ചു, ചന്ദ്രനിലേക്ക്. അതന്നെ എനിക്കല്ലേ.
ആ സുധേട്ടാ ഇത് എവിടെ മരുന്നെടുത്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഞാനേ ആ ആ പലചരക്കടക്കാരൻ പുണ്യാരുടെ കടയിലേക്ക് ആ വീട്ടിലേക്ക് വേണ്ട ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു സുധിയെ, അത് കൊടുക്കാൻ വേണ്ടി പോയത്. ആ തുമ്മുമ്പോഴേ ഒന്നെങ്കിൽ കൈ ഇങ്ങനെ വെക്കണം മൂക്ക്, അല്ലെങ്കിൽ ടവലുണ്ട് മൂക്ക് പൊത്തി പിടിക്കണം. ടവലെടുത്തില്ല. ടവലെടുത്തില്ല. പിന്നെ ഈ കോവിഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല, അന്ന് എല്ലാവർക്കും മാസ്ക് ഉണ്ടായിരുന്നല്ലോ. മാസ്ക് എടുക്കട്ടെ. ഓ അന്നൊക്കെ ബുദ്ധിമുട്ടുള്ള ഈ മാസ്ക് ആയിട്ട് പോയി കിട്ടിയപ്പോ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ. ഇത് 1 വീതം 2 നേരം. അതൊക്കെ അറിയാം, അവർക്ക് അറിയാം. ഇത് 1 വീതം 4 നേരം. ഇത് ആന്റിബയോട്ടിക് ആണ്. അതെ, ഇത് കൃത്യമായിട്ട് കഴിക്കണം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ആന്റിബയോട്ടിക് കറക്റ്റ് കഴിക്കണം, കോഴ്സ് പൂർത്തിയാക്കണം കേട്ടോ. ഇതാണ് നിങ്ങളെ ചീട്ട്, ഇത് ബില്ല് 436. അവിടെ വെച്ചോളി, ഞാൻ എടുത്തോളാം. അവിടെ വെച്ചോളി. ഇവിടെ ചേഞ്ച് ഇല്ല. അവള് 36 രൂപ സുഖീനെടുത്ത് കൊടുത്തിട്ടാ മതി കേട്ടോ. എടുത്തു കൊടുത്തേക്കാം. കറക്റ്റ് ആയിട്ട് കഴിക്കണം കേട്ടോ. ആന്റിബയോട്ടിക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. എന്താ അങ്ങനെ തുമ്മണ ചങ്ങായി? ഇതെന്താ മരുന്നൊക്കെ ആയിട്ട് എത്ര ദിവസമായി അറിയക്ക ഈ തുമ്മലും ശ്വാസമുട്ടലും പിന്നെ ചുമ പിന്നെ ഇവിടെ ഒക്കെ ഭയങ്കര വേന. അപ്പൊ ഞാൻ നമ്മുടെ അവിടുത്തെ ഡോക്ടറെ ഒന്ന് പോയി കണ്ടു. അപ്പൊ മൂപ്പര് കുറച്ച് മരുന്ന് എഴുതി തന്ന, അപ്പൊ അത് മേടിക്കാൻ. അൽഹംദുലില്ലാ. അപ്പൊ ആനക്ക് ഇപ്പൊ ഈ തുമ്മല് മാറാനാണ് ഇപ്പൊ കണ്ട മരുന്നൊക്കെ ഈ വാങ്ങിയേക്കണേ? ആനയൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞു, ഇപ്പൊ രണ്ടാമത് അതന്നെ എഴുതിയേക്ക. വല്ല പ്രാന്തുണ്ടാ സൂതാനക്ക് ഉണ്ടോ? ഏടോ ചെങ്ങായി, കാലാവസ്ഥയില് വായുവിന്റെ മർദ്ദത്തില് മാറ്റം വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ച് മാറ്റം വരുന്നേ. അപ്പോഴാണ് ഈ തുമ്മലും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണേ. എന്നിട്ട് എന്തൊക്കെ ചുമക്കാത്തൊക്കെ മനുഷ്യനല്ലേ? ഈ കാലാവസ്ഥ വ്യതിയാനൊന്നും ഇല്ലെന്ന് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ല. എന്താ ചെയ്യുന്നത്? ഏടോ എന്റെ ശരീരത്തിലുള്ള ക്രോമസോം അല്ല എന്റെ ശരീരത്തിലെ ക്രോമസോം. ഇന്റെ ക്രോമസോമിന്റെ അളവല്ല എന്റെ ശരീരത്തിലെ ക്രോമസോമിന്റെ അളവ്. പല അളവാണ്. ഇപ്പൊ ഈ ആന്റിബയോട്ടിക് തന്നിട്ടുണ്ട്. ആന്റിബയോട്ടിക് ഉണ്ട്. കഴിക്കരുത്. അല്ലേക്ക അത് കഴിക്കാനുള്ളതാണ് ഡോക്ടർ എഴുതിയത്. ഏടോ ചെങ്ങായി, അതവര് അൽഹംദുലില്ലാ ഇതൊക്കെ അവര് തരും. കഴിക്കാണ്ടിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. എന്താ സംഗതി വെച്ചോ, അത് അവരുടെ കച്ചവടമാണ്. ഈ ആന്റിബയോട്ടിക് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിന്റെ ഉള്ളില് പനി ഉണ്ടാക്കാനുള്ള അണുക്കളുണ്ട്. അത് കംപ്ലീറ്റ് വയറിൽ അങ്ങോട്ട് ചത്തടയും. ചാവണല്ലോ, അതിനല്ലേ ഈ മരുന്ന് തരണ്ടേ? അതല്ലാന്ന് വയറ്റിലത് ചത്തടിഞ്ഞിട്ടുണ്ടെങ്കില് വയറ് കേടുവരും. വയറ് കേടുവന്ന പിന്നെ പല ജാതി അസുഖ. ഈ അണുക്കളൊക്കെ ചത്ത് വയറ്റ് കിടന്ന അതാണ് ഞാൻ പറഞ്ഞത്. എന്നാ എന്റെ തുമ്മലായിട്ട് എന്നിട്ട് പറയാ. അതേ ഇപ്പൊ ഈ ആന്റിബയോട്ടിക് കഴിക്കൂല അയ്യേ. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വൃക്കുണ്ടല്ലോ കിഡ്നി, അത് കേടുവരും. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബോധം എനിക്ക് ഉണ്ടാവണം. ഇജ്ജിപ്പൊ കൊടുത്തതാണത്. അപ്പൊ ഈ സാധനം അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചൂടുവെള്ളം കുടിക്ക. മടക്കി കൊടുക്കുക. അതങ്ങോട്ട് കൊടുത്തിട്ട് ഇജ്ജ് നല്ലോണം ചൂടുവെള്ളം കുടിക്കുക. ചൂടുവെള്ളം കുടിച്ച് പടത്തോനോട് അങ്ങോട്ട് ദുആ ചെയ്യുക. ഒക്കെ അങ്ങോട്ട് മാറും. ഇല്ലാണ്ട് എന്താ? ശരി. അതെ, ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ട്, കുറവുണ്ട്. ഉണ്ടാവും, കൊറേ പ്രസംഗം കേട്ടല്ലേ. ഈ മരുന്ന് എടുത്തിട്ടേ ആ പൈസ കിട്ടുക. മരുന്ന് വേണ്ട. ഒരു കാര്യം ഞാൻ പറയാ, വെറുതെ വേണ്ടാത്ത കേട്ടിട്ട് നിങ്ങളെ ആരോഗ്യം കേട്ടോ. ഇതൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഉറപ്പാണല്ലോ, ഒരു കുഴപ്പമില്ല. ശരി, വെറുതെ എന്തിനും ആ 100 രൂപ കൊണ്ട് അടിക്കും. നമ്മളെ സൂക്ഷിച്ചാ നമ്മുടെ ശരീരം അത് നല്ലതാ. നല്ല ആക്കണ്ടെങ്കിൽ ചെല്ലി പഠിച്ചോളൂ. വീട്ടിലെത്തണ വരെ തുമ്മിക്കോളി.